ബിയോണ്ട് ദി ഫയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിലൂടെ നയൻതാര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിനെ കുറിച്ച്, താൻ അനുഭവിച്ച ഏറ്റവും വലിയ ധർമ്മസങ്കടത്തെക്കുറിച്ച് ആദ്യമായി മനസ്സ് തുറക്കുന്നു. നടൻ പ്രഭുദേവുമായുള്ള പ്രണയബന്ധത്തിന്റെ തകർച്ചയും ആ പ്രണയത്തിന് വേണ്ടി ത്യജിക്കേണ്ടി വന്ന ജീവിത മൂല്യങ്ങളെക്കുറിച്ചും നയൻതാര മനസ്സ് തുറന്നു. വിവാഹിതനായ നടൻ പ്രഭുദേവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സകലരിൽ നിന്നും നയൻതാര ഏറെ പഴികേട്ടിട്ടുണ്ട്. ആ പ്രണയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ താൻ ഏറെ ബുദ്ധിമുട്ടിയുണ്ടാക്കിയ സിനിമാ കരിയർ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. 2011 പുറത്തിറങ്ങിയ ശ്രീരാമജയം എന്ന തെലുങ്ക് ചിത്രം തന്റെ അവസാന സിനിമയായിരിക്കും എന്നും അവർ പ്രഖ്യാപിക്കുക പോലും ചെയ്തു. എന്നാൽ അന്ന് സിനിമ ഉപേക്ഷിക്കാനുള്ള ആ തീരുമാനം തന്റേതായിരുന്നില്ലെന്നും പ്രഭുദേവയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ സിനിമാ ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായതെന്നും നയൻതാര ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ആദ്യമായാണ് ഈ കാര്യത്തെക്കുറിച്ച് നയൻതാര തന്റെ മൗനം വെടിയുന്നത്. അത് എന്റെ സ്വന്തം തീരുമാനമായിരുന്നില്ല. പ്രഭുദേവ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് മറ്റു പോംവഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ താനാക്കിയ സിനിമ, താൻ ജീവശ്വാസം പോലെ സ്നേഹിച്ച സിനിമയെ ഉപേക്ഷിക്കേണ്ടി വന്ന നിമിഷത്തെക്കുറിച്ച് നയൻതാര ഓർക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. ആ വികാരം എനിക്ക് വാക്കുകളാൽ വിശദീകരിക്കുവാനും ആകില്ല. ഞാൻ വല്ലാതെ തകർന്നു പോയി. ഞാൻ അറിയാതെ തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ എല്ലാമായ പ്രൊഫഷൻ പോലും വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് അപ്പോൾ തോന്നിപ്പോയി. പക്ഷെ ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനായി തന്റെ സിനിമാ കരിയർ ഉപേക്ഷിച്ചിട്ടും ആ ബന്ധം ഒരു ചില്ലു കൊട്ടാരം പോലെ തകർന്നു തരിപ്പണമായി. ആ പ്രണയ തകർച്ച നയൻതാരയെ മാനസികമായി ഏറെ തളർത്തി. അവർ കുറച്ചുകാലം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയുള്ള ആളുകൾക്കൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. അന്ന് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടായിരുന്നില്ല. ആ സംഭവം എന്നെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. എന്നാൽ നയൻതാര രാജാ റാണി എന്ന സിനിമയിലൂടെ തിരിച്ചെത്തി തെന്നിന്ത്യൻ സിനിമയുടെ കിരീടം വെക്കാത്ത റാണിയായി. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉദിച്ചുയർന്നു. പിന്നീട് സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം കഴിച്ചു. 2 ഇരട്ടക്കുട്ടികളുമായി ജീവിതം, സിനിമ എന്നിവയെല്ലാം തിരിച്ചുപിടിച്ച് ഇന്നത്തെ കാലത്ത് തളർന്നു വീഴുന്ന ഓരോരുത്തർക്കും പ്രചോദനവും മാതൃകയുമായി നയൻതാര ജീവിതത്തിലും അഭ്രപാളികളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു.